ഇന്ന് നമ്മുടെ കേരളത്തിൽ ചൂടോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് രാവിലെ തന്നെ എമ്പുരാൻ. ഇവിടെ അമേരിക്കയിലും FDF ഷോ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുകയാണ്. എമ്പുരാൻ്റെ റിവ്യൂ, ഐ എം നോട്ട് എ റെഗുലർ റിവ്യൂവർ, ബട്ട് ഈവൻ ദോ ഇതിനകത്ത് വലിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്കിംഗ് ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലയോ, ഇത്രയും ഹൈപ്പ് കൊടുത്ത ഒരു ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്കും വരുന്നുണ്ട്. I thought of saying a few words അല്ലെങ്കിൽ a little more about this movie. As a Laletan fan, I am a big fan of Laletan. ലാലേട്ടനെ ഏതൊരു മലയാളികൾക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മൂവിയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ നരസിംഹം എന്നൊക്കെ പറയുന്ന ആ ഒരു മൂവിയല്ല, ആ ഒരു വേർഡിനെ നമുക്ക് കാണാവുന്ന രീതിയിൽ, നമ്മുടെ സ്വപ്നത്തിലൊക്കെ കാണാവുന്ന രീതിയിലാണ് ലാലേട്ടനെ ഈ ഒരു മൂവിയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. വെൻ ഇറ്റ്സ് കംസ് ടു ദ ഡിറക്ഷൻ, പൃഥ്വിരാജ് മേക്കിംഗ് ലെവൽ വേറൊരു രീതിയിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു സിമ്പിൾ മലയാളം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോണ്ടന്റ് രീതിയിൽ ഉള്ളൊരു മൂവിയല്ല. അപ്പം ആ ഒരു മലയാളം മൂവി കാണാം നമുക്ക്, അങ്ങനെ പോയി കാണുവാണെങ്കിൽ കുറച്ചൊരു മിക്സഡ് റിവ്യൂസ് ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് വെൻ ഇറ്റ്സ് കംസ് ടു ദ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നി കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ലാലേട്ടന് പറ്റിയ വില്ലൻ, ഇപ്പം I don't wanna one of the spoiler of this movie because നെഗറ്റീവ്, ഇപ്പം ഇത്രയും വലിയൊരു മൂവി ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് അത്രയും നന്നായിട്ട് മലയാളത്തിൽ ഇത്രയും നാൾ ചെയ്തതിൽ, ഇത്രയും ഒരു ബഡ്ജറ്റ് മൂവി എന്ന് മാത്രമല്ല, നമുക്ക് ധൂം, ഡോൺ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് ലെവലൊക്കെ അല്ലേ, അതിനെക്കാട്ടിൽ എക്സീഡ് ചെയ്ത് ഒരു ഹോളിവുഡ് ടച്ച് കൊടുക്കുന്ന രീതിയിലാണ് എമ്പുരാൻ മൂവി ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഹോളിവുഡിൽ ഒരു കംപ്ലീറ്റ് ഒരു മൂവി എങ്ങനെ പ്ലേ ചെയ്യുന്നോ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ മലയാളം വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടെ വന്നേനെയും എന്ന് എനിക്ക് തോന്നി. പക്ഷേ ദ ഓവറോൾ കോണ്ടന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ലാലേട്ടൻ പല ഭാവത്തിലും ഗെറ്റപ്പിലും ആണ് ഈ മൂവിയിൽ വരുന്നത്. സാധാരണ ഒരു മൂവിയിലൊക്കെ ലാലേട്ടൻ്റെ ഒരു എൻട്രിയിൽ ഒരു കയ്യടി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വില്ലനെ തട്ടുമ്പം ഒരു കയ്യടി കിട്ടും. പക്ഷേ ഈ മൂവിയിൽ അതല്ല. ഇതിനകത്ത് ഒരുപാട് സീനുകളിൽ ലാലേട്ടൻ്റെ ആ ഒരു വരവിൽ ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ലാലേട്ടൻ്റെ ഫാൻസിന് 100% ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ആരുടെയും പേര് ഞാൻ എടുത്തു പറഞ്ഞ് റിവ്യൂ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും എടുത്തു പറയേണ്ട ഒരു നെയിമാണ് മഞ്ജു വാര്യർ. ഷീ really portrayed or played her role very well, because വുമൻ എംപവർമെൻറ്റ് ഒക്കെ പറയുന്ന ഒരു എറയിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതിനകത്തെ ഓരോ ഡയലോഗ്സും അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ കണ്ണുകളിൽ വരുന്ന തീ എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഈ മൂവിയിൽ മഞ്ജു ചേച്ചിക്ക് കിട്ടിയേക്കുന്ന റോള്. അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ ദേ ഡിഡ്ന്റ് ഹാവ് റോളുണ്ട്, പക്ഷേ അവർക്ക് ഡയലോഗ്സ് ഒക്കെ കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ഒരു റോള് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ എൻഡിങ് L3 ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഈ മൂവി ഇത്രയുമാണെങ്കിൽ L3 ഡെഫിനറ്റ്ലി വേറെ ഒരു ലെവലായിരിക്കും. സോ മലയാളം മൂവി ലവേഴ്സ് ജസ്റ്റ് ഒരു മലയാളം മൂവി കാണാൻ പോകുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ ദേ ക്യാൻ എൻജോയ് ദിസ് മൂവി. പക്ഷേ it exceeded more than Bollywood and it came to the Hollywood level. That I can definitely say.
പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡിറക്ടർ അല്ലെങ്കിൽ പുള്ളിയുടെ പാഷൻ അല്ലെങ്കിൽ പുള്ളിയുടെ ഹാർഡ് വർക്ക് അതിൻ്റെ പുള്ളിയുടെ മേക്കിംഗ് സ്കിൽ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ പൃഥ്വിരാജിൻ്റെ അത്രയും ഡിറക്ഷൻ സ്കില്ലിൽ ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു മേക്കിംഗ് സ്കില്ലിലുള്ള ഡിറക്ടേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ചില മിക്സഡ് റിവ്യൂസ് ഒക്കെ വന്നപ്പം ഞാൻ തന്നെ അവരുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, ഓക്കെ മലയാളത്തിൽ ഇത്രയും നല്ല മൂവി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദേ സെറ്റ് നോ. അല്ലെങ്കിൽ ബോളിവുഡ് വെൻ ഇസ് കമ്പയർഡ് ടു വെൻ വി ആർ കമ്പയറിങ് ടു ഡോൺ, ധൂം, ആ ലെവലിൽ ഈ മൂവി വന്നിട്ടുണ്ടോ? ആ ലെവലിനെക്കാട്ടിൽ കൂടുതൽ ഈ മൂവി വന്നിട്ടുണ്ടോ? യെസ്. അപ്പോൾ പിന്നെ എന്താ നെഗറ്റീവ് ഉള്ള എല്ലാത്തിലും ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സ് കാണാം. പക്ഷേ അതെനിക്ക് തോന്നുന്നു L3 ഗംഭീരമാക്കാൻ പറ്റും എന്ന് തോന്നുന്നു. പക്ഷേ ഒരു ഹോളിവുഡ് മൂവി വാച്ച് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, അമേരിക്കയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ എടുത്തു കാണിക്കാൻ പറ്റിയോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾക്ക് അറിയാം ഇത് ശരിക്കും അമേരിക്കയിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. ആസ് എ ജനറൽ ഓഡിയൻസ് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ US ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്സ് മേ ബി അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പല സ്ഥലങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അമേരിക്ക ആണെന്ന്. പക്ഷെ ഒരു ജനറൽ ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് അമേരിക്കയിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണെന്ന് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഓവറോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലെ ക്യാമറ വർക്ക് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, വിഷ്വൽ സീൻസ് ആയിക്കോട്ടെ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ടതായിട്ട് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായി പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ഹേർട്ടാവും. അതുകൊണ്ട് അതാണ് ഞാൻ ആരുടെയും പേര് എടുത്തു പറയാത്തത്. കാരണം മൂവി കഴിഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ ഒരു തീപ്പൊരി രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പക്ഷെ ചിലർ പറയും മേ ബി അവർക്ക് കുറച്ചുകൂടെ കോണ്ടന്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സാധാരണ ഒരു മലയാളം മൂവി എക്സ്പെക്റ്റ് ചെയ്ത് പോയത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും ഹൈപ്പ് കൊടുത്തൊരു മൂവി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവലിൽ തന്നെ ഈ മൂവി എത്തിയിട്ടുണ്ട്. ഈ മൂവിയിൽ എടുത്തു പറയാനാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കുറച്ചൊന്ന് ലാഗായ പോലെ തോന്നി. പിന്നെ വില്ലനെ എനിക്ക് തോന്നുന്നത് എക്സ്പെക്റ്റ് ചെയ്തത് ഈ മൂവിയിൽ കുറച്ചും കൂടെ ഒരു വലിയ രീതിയിലാണ്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ബിയോണ്ട് അല്ലെ, ലാലേട്ടൻ നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മൂവിയിൽ വില്ലൻ മോശമാണെന്നല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ആ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു അക്സെപ്റ്റൻസ് വന്നേനെ. എനിക്ക് തോന്നുന്നു L3 ആരാണ് വില്ലൻ ഉള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് L3 ആ ഒരു വിടവ് നികത്താൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. So now let's wait for the L3 version, and Prithviraj, hats off to him for this work.